ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നേപ്പിൾസ് എന്ന് പറയുന്ന നഗരത്തിലാണ്. ഇറ്റലിയിലെ സദേൺ പാർട്ടിലോട്ട് മാറിയുള്ള മറ്റൊരു നഗരം. സാമ്പത്തികമായി അത്രയൊന്നും മുന്നോക്കാവസ്ഥയിലല്ല ഈ നേപ്പിൾസ് എന്നുള്ള ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഈ സിറ്റിയുടെ ഈ ഏരിയ മുഴുവൻ ഏതെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തൊഴിൽ രഹിതരായ ഒരുപാട് പേര്, മൈഗ്രൻസ് ആയിട്ടുള്ള ഒരുപാട് പേര്. പൊതുവെ അത്രയൊന്നും സേഫ് ആയിട്ടുള്ള ഒരു സിറ്റിയല്ല നേപ്പിൾസ് എന്ന് പറയുന്നത്. ഇവിടെ തെഫ്റ്റ്, പിടിച്ചുപറി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ്. കാറ്റാക്കൊമ്പെ ഡി സാൻ ജിനാറോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് എ ഡിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു അണ്ടർഗ്രൗണ്ട് ബറിയൽ ചേംബർ. അതിവിശാലമായ ഒരു ഏരിയയാണ്. അപ്പം അതിൻ്റെ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ അണ്ടർഗ്രൗണ്ട് ബറിയൽ ചേംബറിൻ്റെ ഭയാനകമായ കാഴ്ചകളിലേക്ക് പോകാൻ. വാ. ലോക്കലി കാറ്റാക്കൊമ്പെ എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ കാറ്റാക്കൂം എന്നാണ് പറയുക കേട്ടോ. ആദ്യകാല ക്രിസ്ത്യൻസ് AD 2-3 നൂറ്റാണ്ടുകളിലൊക്കെ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഒരുപാട് പീഡനങ്ങൾ നേരിടുന്ന കാലമാണ്. റോമൻ വിശ്വാസപ്രകാരം തങ്ങളുടെ മരിച്ചുപോയവരെ അവർ കൂടുതലായും ക്രിമേറ്റ് ചെയ്യുകയാണ്. അതും പ്രത്യേകിച്ച് സിറ്റി വോൾസിൻ്റെ പുറത്ത് മാത്രമേ അവർ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളായിരുന്നു. യേശുവിൻ്റെ രണ്ടാം വരവ് ഉടനെ ഉണ്ടാകുമെന്നും അപ്പോൾ മരണപ്പെട്ടവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്നും ക്രിസ്ത്യൻസ് വിശ്വസിച്ചിരുന്നതിനാൽ മരിച്ചവരെ കല്ലറകളിൽ അടക്കം ചെയ്യാനാണ് അവർ താല്പര്യപ്പെട്ടിരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോൾക്കാനിക് റോക്കാണ് നേപ്പിൾസിന്റെ ഈ ഭാഗങ്ങളുടെ പ്രത്യേകത. അത് തുരന്ന് ഭൂമിക്കടിയിൽ സൃഷ്ടിച്ച കല്ലറകളുടെ ഒരു ശൃംഖലയാണ് കാറ്റാക്കൊമ്പെ. ടൂർ ഗൈഡ് ഇല്ലാതെ നമുക്കിവിടെ പ്രവേശിക്കാൻ പറ്റില്ല. ഒരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി കാഴ്ചകളിലേക്ക് പോകാം. കാറ്റാക്കൊമ്പയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാതാളത്തിലേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയാണ്. അല്പം ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം, ഇരുള് നിറഞ്ഞ ഒരു ചുറ്റുപാടാണ്. ആദ്യകാല ക്രിസ്ത്യൻസിന്റെ കുറെ പെയിന്റിങ്ങുകൾ കാണാം. എവിടെ നോക്കിയാലും തലങ്ങും വിലങ്ങും എല്ലാം കല്ലറകൾ. പണ്ട് കാലത്തെ ഈ കല്ലറകളിലൊക്കെ അസ്ഥികൂടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. നേപ്പിൾസിന്റെ കാവൽ പിതാവ് എന്നറിയപ്പെടുന്ന സെയിന്റ് ജനാറോ, അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ അടക്കം ചേരുന്ന ഇവിടെയാണ്. സെയിന്റ് ജനാറോ ഇവിടെ അടക്കം ചെയ്തതിന് ശേഷമാണ് കാറ്റാക്കൊമ്പെ വളരെ പ്രശസ്തി ആർജിക്കുന്നത്. സെയിന്റ് ജനാറോയുടെ ഈ ശവക്കല്ലറയോട് ചേർന്ന് അടക്കം ചെയ്യപ്പെടാനാണ് സമൂഹത്തിലെ ഉന്നതരായ പലരും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് കാറ്റാക്കൊമ്പയുടെ പ്രധാന ഒരു ഇടമെന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെയാണ് ഒരുപാട് ഫ്രസ്കോസും ഒക്കെ നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെയും സഭയിലെ ആദ്യകാല പിതാക്കന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. ശരിക്കും ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ഫ്രസ്കോസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 8th സെഞ്ച്വറിയിൽ ബാപ്റ്റിസത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരിടമാണ് ഇത്. ഈ ഭാഗമൊക്കെ കത്തീഡ്രലിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ ഇടക്കാലങ്ങളിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. 17ാം നൂറ്റാണ്ട് വരെയും നമുക്ക് ഈ കാണുന്ന 100 കണക്കിന് വരുന്ന ഈ അറകളിലൊക്കെ ഹ്യൂമൻ സ്കള്ളുകളും ബോൺസും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഇവിടെ അടക്കം ചെയ്യുന്നതും ഒക്കെ നിരോധിക്കപ്പെട്ടു. ബറിയൽസ് ഒക്കെ സിറ്റിക്ക് പുറത്തേക്ക് മാത്രമാക്കി റെസ്ട്രിക്റ്റ് ചെയ്തു. അങ്ങനെ ഈ കാറ്റാക്കൊമ്പെ എന്ന ഒരു സംഭവം തന്നെ ചരിത്രത്തിൽ മറക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒരുപാട് കാലത്തോളം ഇത് മണ്ണടിഞ്ഞു കിടന്നിരുന്നു. പിന്നീട് 19ാം നൂറ്റാണ്ടിലാണ് ഇത് റീഡിസ്കവർ ചെയ്യുന്നത്. ഏതോ ബിഷപ്പുമാരെയൊക്കെ അടക്കിയ ഒരു ഏരിയ ആയിരിക്കാം. മയിലിൻ്റെ ഒക്കെ ഒരു രൂപം ഒക്കെ ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഈ ഭാഗം ഒരു കത്തീഡ്രലായി ഉപയോഗിച്ചിരുന്നതാണ്. ആ കാണുന്ന ആ ചെറിയ ആ ദ്വാരത്തിൽ കൂടെ കൈയിട്ട് അവിടെ വെച്ചിരുന്ന റെലിക്സുകളിലൊക്കെ തൊടാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രധാന ആരാധന ഇടമായിരുന്നു. ഒരു കത്തീഡ്രലായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഭാഗമായിരുന്നു ഇത്. അങ്ങനെ കാറ്റാക്കൊമ്പിൻ്റെ കാഴ്ചകളിൽ നിന്നും പുറത്ത് കടന്നിരിക്കുകയാണ്. അതിഭയങ്കരമായ ഒരു അണ്ടർ വേൾഡ്
ബറിയൽ ചേമ്പേഴ്സ് ആയിരുന്നു മുഴുവൻ. അപ്പോൾ അതിനൊരുപാട് ചരിത്രമുണ്ട്, 2-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ നേപ്പിൾസിലെ അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ എല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള നാരങ്ങകൾ പഴുത്ത് വിളഞ്ഞു നിൽക്കുന്നത് കാണാം. അനവധിയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സാൻ ജെനാറോ ചർച്ചിൻ്റെ മുൻഭാഗത്താണ്. നേപ്പിൾസിലെ കത്തീഡ്രൽ അതാണ് സാൻ ജെനാറോ. സാൻ ജെനാറോ എന്ന് പറയുന്ന സെയിൻറ്റ് ജെനാറോ ആണ്. സെയിൻറ്റ് ജെനാറോ ആണ് നേപ്പിൾസിൻ്റെ പേട്രൺ സെയിൻറ്റ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വെർജിൻ മേരിയുടെ പേരിലുള്ള ചർച്ചാണെങ്കിലും ഇത് കൂടുതലായിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സെയിൻറ്റ് ജെനാറോയുമായിട്ടാണ്. സെയിൻറ്റ് ജെനാറോയുടെ റെലിക്സ്, അതായത് സ്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ പള്ളിക്കുള്ളിലുണ്ട്. സെയിൻറ്റ് ജെനാറോ എന്ന് പറയുന്നത് ഏകദേശം 3-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം ഏർലി ക്രിസ്ത്യൻസിനെ പെർസിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ റോമ ചക്രവർത്തിയായ ഡയക്ലീഷ്യൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തലവെട്ടി കൊല്ലപ്പെട്ട ഒരു സെയിൻ്റാണ് സാൻ ജെനാറോ അഥവാ സെയിൻറ്റ് ജെനാറോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലിക്സ് ഒക്കെയുള്ള പള്ളിയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ കണ്ട കാറ്റാകോംസ്. അൺഫോർച്ചുനേറ്റ്ലി സെയിൻറ്റ് ജെനാറോ ചർച്ച് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നാലും മനോഹരമായ ഒരു ചർച്ചാണ് ഇത്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണിതതെന്നുണ്ടെങ്കിലും പിന്നീട് കാലഘട്ടങ്ങൾക്ക് ശേഷം ഏകദേശം 18-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഇത് പിന്നീട് പുതുക്കി പണിയുകയും ഇന്നത്തെ ഈ നിലയിൽ ഈ രൂപത്തിലും ഭാവത്തിലും ഒക്കെയായി മാറുകയും ചെയ്തു. നേപ്പിൾസിൽ കൂടെയുള്ള ഒരു ടാക്സി റൈഡാണ്. നേപ്പിൾസിൻ്റെ തെരുവുകൾ കാണാം. അതോടൊപ്പം തന്നെ നേപ്പിൾസിലെ ടാക്സികളുടെ രൂപവും ഭാവവും ഒക്കെ നമുക്ക് കാണാം. കണ്ടില്ലേ, ഒരു 6 സീറ്റർ പോലെയാണ് ഈ സംഭവം. ഒരു സീറ്റ് മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ മുന്നിലായിട്ട് ഇങ്ങനെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനമാണ്. കൂടാതെ ബാക്കിൽ സാധാരണ പോലെ 3 സീറ്റും പിന്നെ ഒരു ഡിക്കിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കാറാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. മുന്നിലായിട്ട് 2 മുളക് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. നേപ്പിൾസിൻ്റെ മാത്രമായ യുണീക്കായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ചെറിയ കാറുകളാണ് പൊതുവായി ഇവിടെയുള്ള സ്ഥലവാസികൾ ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കൂടുതലും ഇറ്റാലിയൻ മെയ്ഡായിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് കൂടുതലായും ഉള്ളത്. അതോടൊപ്പം ജപ്പാൻ്റെ ചെറിയ വാഹനങ്ങളും കാണാം. നേപ്പിൾസിലെ ഹൃദയഭാഗത്തുള്ള പിയാസ ഡാൻഡെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു സ്ക്വയറാണ്. ഡാൻഡയെ പറ്റി അറിയാം അല്ലേ? ഫ്ലോറൻസിൽ ജനിച്ച ഡാൻഡെ. നമ്മൾ ഫ്ലോറൻസിൽ പോയപ്പോൾ ഡാൻഡയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഫ്ലോറൻസിലാണ് ഡാൻഡെ ജനിച്ചത്. 1260-കളിലോ മറ്റോ ആണ്. ഇറ്റലിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കവി എന്ന നിലയിൽ, ഒരു പോയറ്റ് എന്ന നിലയിൽ ഡാൻഡെ ഇറ്റലിയിൽ മാത്രമല്ല ലോകത്തിലൊക്കെയും വളരെ പ്രസിദ്ധി ആർജിച്ചയാളാണ്. ഡിവൈൻ കോമഡി എന്ന ഒരൊറ്റ കൃതിയിലൂടെ ലോക സാഹിത്യത്തിൽ ഒരു ഇടം നേടിയ ഒരാളാണ്. 1260-കളിലൊക്കെ ജീവിച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഇതിൻ്റെ സിറ്റി പ്ലാനിങ് ആയിട്ടുള്ള ആൾക്കാർ പണ്ട് ഇത് രൂപകൽപ്പന ചെയ്തപ്പോൾ ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്ന ഡാൻഡെ തന്നെയായിരുന്നു. ഇറ്റലിയുടെ കാവ്യഭാവനയെ ഉദ്ദീപിപ്പിച്ച ആദ്യത്തെ ഏറ്റവും പ്രമുഖനായ കവി ഡാൻഡെ. അപ്പോൾ ഇതാണ് ഡാൻഡെ സ്ക്വയർ, പിയാസ ഡാൻഡെ എന്ന് പറയും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് ജനസമുദ്രമാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പിയാസ ഡാൻഡയിൽ നിന്ന് നമ്മൾ നടക്കുന്നത് ജെസുനുവോ ചർച്ച് കാണാനാണ്. ചിയാസ ഡെൽ ജെസുനുവോ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഈ ഡാൻഡെ സ്ക്വയറിൽ നിന്നും വളരെ അടുത്താണ്.
അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് വ്യൂവും കാര്യങ്ങളുമൊക്കെ കാണാനും ഇവിടുത്തെ ഈ നേപ്പിൾസിലെ ഈ ഭാഗത്തെ ജീവിതം അടുത്തറിയാനും നമുക്ക് പറ്റും. കണ്ടല്ലേ, ഇപ്പോഴും 2 വീലേഴ്സ് ആണ് ഇവിടെ നാട്ടിലെ പോലെ തന്നെ നിരത്തുകളൊക്കെ കൈയടക്കിയിരിക്കുന്നത്. കാരണം ഇറ്റലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂറോപ്യൻ രാജ്യമാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായി വളരെയധികം പിന്നോക്ക അവസ്ഥയിലേക്കാണ് ഇറ്റലി പോയിക്കൊണ്ടിരിക്കുന്നത്, ഗ്രീസിനെ പോലെയൊക്കെ. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോളിഡോ എന്ന് പറയുന്ന ഒരു നിരത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോളിഡോ ഏറിയ മുംബൈയുടെ പഴയ ഏറിയയിലൊക്കെ പോകുമ്പോൾ കാണുന്നതൊക്കെ അതേ രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു ആംബിയൻസ് ആണ് ഇവിടെയൊക്കെ. പണ്ട് കാലത്തുള്ള ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെയും വലിയ നിർമ്മിതികളായിരുന്നു. പക്ഷേ പിന്നീട് ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാതെ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ആ ഭാഗത്തേക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകണം. വളരെ ഇടുങ്ങിയ നിരത്തുകളാണ് ഇവിടുത്തെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, ജെസുനുവോ ചർച്ചും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ആ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ബിൽഡിങ്ങുകളാണെങ്കിലും എല്ലാം ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഡ്രഗ് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് ക്രൈംസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ വളരെ കൂടുതലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് അതിന്റെ പിടിയിൽ നിന്നൊക്കെ ഈ ജനത മോചനം പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ഇടുങ്ങിയ തെരുവുകളാണ്. ഇതൊക്കെയാണ് നേപ്പിൾസിലെ കാഴ്ചകൾ. ചിയാസ ഡെൽ ജെസുനോവ, അതായത് ഈ ചർച്ച്, ജെസുനോവ ചർച്ച് കാണുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നമ്മൾ ഓൾറെഡി ഈ ഒരു സ്ക്വയറിൽ വന്നു, ജെസുനോവ സ്ക്വയറിൽ വന്നു. ഈ സ്ക്വയറിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഈ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോയി പുറത്തു നിന്ന് നോക്കിയാൽ വലിയൊരു കരിങ്കൽ ഭിത്തിയും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. വലിയൊരു സംഭവമാണ്. പക്ഷേ പുറത്തുനിന്ന് അത്ര ഒരു ചർച്ചിന്റെ ഒരു രൂപഭംഗിയും കാര്യങ്ങളും ഒന്നും കാണാനില്ല. പക്ഷെ ഇതിനകത്തേക്ക് പോയി എന്താണ് ഇവിടെ കാഴ്ചകളുള്ളതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിലൊരു മതിൽ പോലെയാണ്, അല്ലാതെ ഒരു ചർച്ച് എന്നുള്ള ഒരു പരിവേഷമൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ കാണത്തക്ക പോലെ ഇല്ല. എന്തായാലും ഇതിനകത്തേക്ക് നമുക്ക് പോയി ഇതിനകത്തെ കാഴ്ചകൾ, ഇന്റീരിയേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഭിക്ഷാടനത്തിനും ഒക്കെ ആയിരിക്കുന്ന വ്യക്തികളെയും ഒക്കെ നമുക്ക് കാണാം. അതാണ് ഇവിടുത്തെയൊക്കെ അവസ്ഥ. അപ്പൊ ഇതാണ് ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥ. ഇത് വലിയൊരു ദേവാലയമാണ്, പുറത്ത് കാണുന്നത് പോലെയല്ല, അതിവിശാലമായ ഒരു ദേവാലയം തന്നെയാണ്. മനോഹരമായ പെയിന്റിങ്ങുകൾ കൊണ്ടൊക്കെ നിറച്ചിരിക്കുകയാണ് എന്ന് പറയാം. ഇവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ യേശുവിൻ്റെ ഭൂഷിതമായ ഒരു രൂപം കാണാം. ഭാഗങ്ങളിലായി ഒരുപാട് അൾത്താരകൾ കാണാം. എല്ലാം മനോഹരമായ പെയിന്റിങ്ങുകളും ഒക്കെ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ഈ ജെസുനുവോ ചർച്ച് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. നുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് എന്നാണ്, ന്യൂ എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പോൾ നേരത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നു യേശുവിൻ്റെ പേരിലുള്ളത്. അപ്പം അതിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടാണ് ഈ പള്ളിക്ക് ജെസുനുവോ എന്ന് പേരിട്ടത്, ജെസുനുവോ ചർച്ച്. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു, ഇത് കയറി വരുമ്പോഴേ ഇതൊരു ചർച്ചിൻ്റെ രൂപമൊന്നുമല്ല, ഒരു വലിയ കോട്ടയുടെ രൂപമാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ. സത്യത്തിൽ അതാണ്, ഇതൊരു പാലസ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് 1400-കളിൽ 15-ാം നൂറ്റാണ്ടിൽ ഇതൊരു പാലസ് ആയിരുന്നു. പക്ഷേ ഈ പാലസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ, വളരെ മനോഹരമായ ഫ്രെസ്കോസും എല്ലാം കൊണ്ട് അലങ്കൃതമായിരുന്നു ഇത്. 1470-ൽ പ്രിൻസ് സലേണോ റോബർട്ടോ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പാലസായിരുന്നു ഈ ചർച്ച്. പക്ഷേ ഈ ചർച്ചിൻ്റെ ആ പാലസിൻ്റെ ഈ മനോഹാരിതയും ഇതിനകത്തെ ഫ്രെസ്കോസും എല്ലാമായിട്ട് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു നിർമ്മിതിയായിരുന്നു. പിൽക്കാലത്ത് ഇതൊരു പള്ളിയായി രൂപപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇപ്പോഴിതൊരു ജെസ്യൂട്ട് ചർച്ചാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ
അത് ഫ്രാൻസിസ്കൻ വിശ്വാസികളുടെ കയ്യിലായിരുന്നു. പിന്നീട് വീണ്ടും ജെസ്യൂട്ട് ചർച്ചായി മാറുകയും ചെയ്തു. അങ്ങനെയൊക്കെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടമാണിത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റിനേസൻസ് പീരിയഡിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്സുകളും ഫ്രസ്കോസും ഒക്കെ കൊണ്ട് അതിമനോഹരമാണ്. അപ്പോൾ റിനേസൻസ് നിർമ്മിതിയുടെ ഒരു മകുടോദാഹരണം എന്ന നിലയിലും ഇതിന് വളരെ പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫിലും ഒക്കെയുള്ള വർക്കുകളും എസ്പെഷ്യലി ഫ്രസ്കോസ്, അതിവിശിഷ്ടമായ ഫ്രസ്കോസും ഒരുപാട് പെയിൻറ്റിങ്ങുകളും എല്ലാം കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദേവാലയം ചരിത്രപരമായും കലാപരമായും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നേപ്പിൾസിലുള്ള ഈ ചർച്ച് കാണുക എത്ര വിപുലമാണെന്നുള്ളതാണ്. വളരെ വലിയൊരു ഏരിയയിൽ വിപുലമായിട്ടുള്ള ഒരു ചർച്ചാണിത്. കാണുമല്ലോ. കുമ്പസാര കുണ്ടുകളും ഒക്കെ നമുക്ക് കാണാം. ഇറ്റലിയിലെ ഏത് പള്ളിയിലും കാണുന്നത് പോലെ മനോഹരമായ പെയിൻറ്റിങ്ങാണ്. പള്ളിയുടെ കേന്ദ്രഭാഗം മനോഹരമായൊരു ഡോം നമുക്ക് കാണാം. ഇതാണ് പ്രധാന ആൾത്താരയുടെ ഭാഗം. അതിമനോഹരം. ഇതെല്ലാം മനോഹരമായ ഫ്രസ്കോസും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പം ഇതൊക്കെയാണ് ജെസുനോവോ ചർച്ചിൻ്റെ കാഴ്ചകൾ. ജോസഫസ് മൊസ്കാട്ടി ഉണ്ടല്ലേ, നേപ്പിൾസിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖനായ ഒരു ഡോക്ടറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കല്ലറ ഈ ഭാഗത്താണ്, ഈ പള്ളിയിൽ. ഇവിടെ ജോസഫസ് മൊസ്കാട്ടിക്ക് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ഒരു ഡോക്ടറായ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇവിടെ ഇതുപോലെ ഇങ്ങനെയൊരു പ്രത്യേകമായ ഇടം കിട്ടിയത് അന്ത്യവിശ്രമം കൊള്ളാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ജോസഫസ് മൊസ്കാട്ടി ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം റോമൻ സഭയിൽ സെയിൻ്റായി വാഴ്ത്തപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സെയിൻ്റായി വാഴ്ത്തപ്പെടുന്നതിന് ഇടയാക്കിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇദ്ദേഹം നേപ്പിൾസിലെ ഒരു ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കവേ 1906 വെസൂവിയസ് മൗണ്ടൻ അത് ഇറപ്റ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ആ വെസൂവിയസിൻ്റെ തൊട്ടടുത്ത് ഒരു ആതുരാലയം പ്രവർത്തിച്ചിരുന്നു. വയ്യാത്തവരായ അനേകം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെസൂവിയസ് പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ, ആ ഇറപ്ഷൻ വരുന്നതിന് മുമ്പ് ജോസഫസ് മൊസ്കാട്ടി അത് മനസ്സിലാക്കുകയും അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്യുകയും ചെയ്തു. അതിന് മുൻകൈ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു വലിയ ഡോക്ടറായിരുന്നു. അത് കൂടാതെ തന്നെ പിന്നീട് കോളറ പൊട്ടിപ്പുറപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജോസഫസ് മൊസ്കാട്ടിയുടെ പ്രവർത്തന ഫലമായി ഒരുപാട് ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടയാക്കി. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഡോക്ടറായിരുന്നു ജോസഫസ് മൊസ്കാട്ടി. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ നടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ പിന്നീട് ജോസഫസ് മൊസ്കാട്ടി ഒരു സെയിൻ്റായി വെനറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കഥ. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മനോഹരമായ ചർച്ചിൽ. ഇവിടെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ഒരു അൾത്താരയുണ്ട്. അതിനോട് ചേർന്നാണ് അദ്ദേഹത്തിനുള്ള ഖബറിടം ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നില്ല ആദ്യം അദ്ദേഹത്തെ അടക്കിയിരുന്നത്, മറ്റൊരു ഭാഗത്തായിരുന്നു, മറ്റൊരു ചർച്ചിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പിന്നീട് ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചർച്ചിൻ്റെ പുറകിലുള്ള കഥകൾ. ഇപ്പോൾ നേപ്പിൾസിൻ്റെ തെരുവോരങ്ങൾ
സന്ധ്യാസമയമാകുമ്പോഴേക്കും എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാം. പഴയ ബിൽഡിങ്ങുകൾ, ഭക്ഷണവും പാനീയവും ഒക്കെയായി നിരത്തുകൾ സജീവമായി കഴിഞ്ഞു. ഇതുപോലെയുള്ള ഇടവഴികളാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. നേപ്പിൾസിൽ മാത്രം കാണുന്ന ചില നിരത്തുകളാണ്. വളരെ സജീവമായ ഇടങ്ങളാണ് ഇവിടെയൊക്കെ. വളരെ ഇടുങ്ങിയ വഴികൾ, ഇടനാഴികൾ, മാംസം വിൽക്കുന്ന കടകൾ, നേപ്പിൾസിന്റെ തനതായ ബ്രെഡ് നിർമ്മിച്ച് വിൽക്കുന്ന കടകൾ, ഈ ഭാഗങ്ങളൊക്കെ നേപ്പിൾസിലെ ഏറ്റവും പ്രസിദ്ധമായ തെരുവുകളാണ്. കണ്ടില്ലേ, ചിയസ ഡേ ഫിലിപ്പോ ഒരു പള്ളിയാണ്. ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഒരു പക്ഷേ നേപ്പിൾസിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തെരുവാണ് നമ്മൾ ഈ നടന്നു പോകുന്ന തെരുവ്. വളരെ തിരക്കാണ്, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇടങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. ഉണ്ടല്ലേ, ഇത് തന്നെയാണ് ഈ നേപ്പിൾസിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വളരെ ഇടുങ്ങിയ ഇടങ്ങൾ, പക്ഷെ തിരക്കിന് ഒരു കുറവുമില്ല. ഇവിടെയൊക്കെ വരുന്നത് ഭൂരിഭാഗവും ടൂറിസ്റ്റുകൾ തന്നെയാണ്. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇടങ്ങളിൽ വരാതെ പോകില്ല. കാരണം ഇതൊക്കെ ഒരു യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നേപ്പിൾസിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇതുപോലെയുള്ള നിരത്തുകൾ. യഥാർത്ഥത്തിൽ പിസ എന്ന് പറയുന്നത് നേപ്പിൾസിലാണ് ഒറിജിൻ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓത്തൻറ്റിക് ആയിട്ടുള്ള പിസ്സ കഴിക്കാനും ഇവിടെ സമയം ചെലവിടാനുമായിട്ടൊക്കെ ഒട്ടനവധി ടൂറിസ്റ്റുകളാണ് എത്താറുള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ട്രീറ്റിന് കുറുകെ ഇങ്ങനെ ഇതുപോലെ അയ കെട്ടി അവിടെ തുണിയിടുക, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തൂക്കിയിടുക, അതൊക്കെ വളരെ പതിവായിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെ ഈ സ്ട്രീറ്റിന് അതിൻ്റേതായ അർത്ഥത്തിൽ ഒരു യുണീക്ക്നെസ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നേപ്പിൾസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റിക് അട്രാക്ഷനിൽ പെടുന്ന ഒരു നിരത്താണെന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് ഡൂമോയിലേക്കാണ്. ഡൂമോ ഡി നേപ്പിൾസ്, ഡൂമോ ഡി നെപ്പോളി, അതായത് നേപ്പിൾസിൻ്റെ കത്തീഡ്രൽ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഇടുങ്ങിയ നിരത്തുകളിൽ കൂടെയൊക്കെ അങ്ങ് ജനപ്രവാഹമാണ്. ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മറഡോണയെ വളരെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വിഭാഗം ആൾക്കാരാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ തൂക്കിയിരിക്കുന്നത് കാണാം. ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ മുളകിൻ്റെ ആകൃതിയിലുള്ള എന്തോ ഒരു സംഭവം, ഇവരുടെ ഒരു ലക്കി തിങ്ങായിട്ടാണ് ഇവിടെയൊക്കെ കാണപ്പെടുന്നത്. ഒരു ഭാഗ്യചിഹ്നമാണത്. അത് ആൾക്കാർ ആഭരണമായും അല്ലെങ്കിൽ വണ്ടിയിൽ തൂക്കിയിടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ മുളകിൻ്റെ രൂപത്തിലുള്ള ഈ ഒരു
സംഭവം. ഇതെവിടെ നോക്കിയാലും കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സ്ക്വയറിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. നേപ്പിൾസ് കത്തീഡ്രൽ കണ്ടില്ലേ, ഡൂമോഡി നേപ്പോളി. അതിമനോഹരമായ ഒരു ചർച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ചർച്ചിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇതൊരു കത്തീഡ്രലാണ് ആക്ച്വലി. നേപ്പിൾസിൽ വരുന്നവർ ഇത് തീർച്ചയായും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന നിലയിൽ കൂടി വളരെ പ്രാമുഖ്യമുള്ള ഒരിടമാണ് ഡൂമോഡി നേപ്പോളി. ഇവിടെയെല്ലാം കയറുന്നിടത്തെല്ലാം യാചകരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാം. ഇതൊക്കെ ഈ ഭാഗത്തുള്ള പേരെയാണ്. Signore Dio, agnello di Dio, figlio del Padre, tutte toi di peccato nel mondo, abbi pietà di noi, tutte toi di peccato nel mondo, accogli la nostra supplica. Pietà di noi, perché tu sono il Santo, tu sono il Signore, tu sono l'Unissimo Gesù Cristo, con lo Spirito Santo e la gloria di Dio Padre. Preghiamo. Dio onnipotente ed eterno, che nel mistero pasquale allo effetto contrattato, il palco della riconciliazione, donaci a testimoniare le mie opere e il mistero che celebriamo nella fede. ഇപ്പോൾ നേപ്പിൾസ് കത്തീഡ്രൽ ഇപ്പോൾ ഒഫീഷ്യലായുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതിനാൽ നമ്മളിവിടെ അധികം ചിത്രീകരിക്കുന്നില്ല. കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് മടങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തെരുവിൻ്റെ കാഴ്ചകളിലേക്കാണ്. നേപ്പിൾസിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഐക്കോണിക്കായിട്ടുള്ള ഒരു തെരുവാണ്. വളരെ ഇടുങ്ങിയ ഒരു തെരുവ്, അല്ലാതെ ഇത് വലിയ വിശാലമായ ഷോപ്പിംഗ് ഏരിയയും അങ്ങനെയൊക്കെയുള്ള ഒരു തെരുവല്ല. സ്പാക്ക നാപ്പോളി. അപ്പം നമ്മൾ ഈ നടന്ന് ഈ ഡൂമോഡി നാപ്പോളി ഭാഗത്ത് നിന്ന് ഒരു 8 മിനിറ്റ് നടന്നാൽ, ഇങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പാക്ക നാപ്പോളിയിലേക്ക് എത്താം, ആ തെരുവിലേക്ക് എത്താം. അപ്പോൾ ഈ തെരുവിൻ്റെ 2 വശങ്ങളും ഓൾറെഡി സജീവമായി കഴിഞ്ഞു. അല്പം ഡ്രിങ്ക്സും അല്ലെങ്കിൽ കോഫിയും സ്നാക്സും ഒക്കെയായി സായം സന്ധ്യ ചിലവഴിക്കുന്ന ഒരുപാട് പേരെ കാണാം. സ്പാക്ക നാപ്പോളിയുടെ കാഴ്ചകളോടുകൂടി നമ്മൾ നേപ്പിൾസിൻ്റെ നഗരത്തിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റ് ചില ഭാഗങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ പോകേണ്ടതുണ്ട്. ബോംബെയി, പിന്നെ വെസൂവിയസ്, അഗ്നിപർവ്വതം, അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് കാണാൻ പോകേണ്ടതുണ്ട്. വളരെ പുരാതനമായ തെരുവുകളാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ സ്പാക്ക നാപ്പോളി ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്പാക്ക നാപ്പോളിയുടെ ഭാഗങ്ങൾ. തെരുവിലൊക്കെ വലിയ സ്റ്റീരിയോ ഒക്കെ വെച്ച് നല്ല മേളക്കൊഴുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നേപ്പിൾസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പിസ്സ കഴിച്ചിരിക്കണം. കാരണം ഏറ്റവും ഓതൻറ്റിക്കായിട്ടുള്ള പിസ്സ കിട്ടാവുന്ന ഒരു സ്ഥലമാണ് നേപ്പിൾസ്. ഗരിബാൾഡി പെട്രോൾ സ്റ്റേഷൻ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഭയങ്കര തിരക്കാണ്. ഇതിനകത്ത് വേറെ വലിയ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിലുള്ള പിസ്സ മാരിനാര. ഓതൻറ്റിക് പിസ്സയാണ് നേപ്പിൾസിലേത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്.
ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഫുഡ് അത് വേറെ എങ്ങും കിട്ടാത്തൊരു കാര്യമാണ്. നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ പിസ്സ മാരിനാര ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. ഇതൊരു സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു പിസ്സയുടെ ഒരു സ്റ്റൈലൊന്നുമല്ല. അത് അതിൻ്റെ അകത്തെ ആ ചീസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും പുറത്തെ ഒരു ടൊമാറ്റോയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വന്നിട്ട് സൂപ്പർ. തീർച്ചയായിട്ടും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതിനകത്തെ ചീസാണ്. ഫ്രഷ് ചീസിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നേപ്പിൾസിൽ വന്നാൽ ട്രൈ ചെയ്യേണ്ട മറ്റൊരു വിഭവമാണ് സ്പഗേട്ടി വിത്ത് കാർബണാര. കണ്ടില്ലേ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതൊക്കെ ഇവരുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഡെലിക്കസീസ് ആണ്. നേപ്പിൾസിൻ്റെ കാഴ്ചകൾ ഒരുപാട് കണ്ടു. സ്പാക്കാനപ്പോളിയും തെരുവുകളും ഇടുങ്ങിയ തെരുവുകളും ഗ്രാഫിറ്റികളും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇന്ന് എല്ലാവരോടും വിട പറയുകയാണ്. ഇനി ഇതുപോലെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.